എന്താ അമ്മേ? മായമോളെ, ഞാൻ ഒരു വിവരം പറയാൻ വിളിച്ചതാ. എന്താ? എന്തിനിങ്ങനെ ആദ്യ പിടിക്കുന്നത്? ഞാൻ വിളിച്ചതേ ഒരു നല്ല കാര്യം പറയാനാ. നാളെ നമ്മൾ രണ്ടു കൂട്ടരും കൂടെ കല്യാണ ഡ്രസ് എടുക്കാൻ പോവാ. കളക്ടർ നാളെ രാവിലെ ശ്രീനിവാസനെയും കൂട്ടി ഇങ്ങോട്ട് വാ. നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് ഇവിടുന്ന് ഇറങ്ങാം. ശരി അമ്മേ. അമ്മേ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇവിടെ ആരോ വന്നു. ശരി മോളെ, വിളിക്കണമെന്നില്ല. കാലത്ത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു 9-9:30 ആകുമ്പോ ഇങ്ങ് എത്തിയാ മതി. ശരി അമ്മേ, ശരി. ഒന്നുമില്ല, ഇതുവഴി പോയപ്പം വെറുതെ ഒന്ന് കയറിയതാ. അകത്തേക്ക് വരാമോ? ആഹാ, നല്ല ഗംഭീര വീടാണല്ലോ. എന്തു ചെയ്യാം, എന്റെ മോൻ ഇവിടെ താമസിക്കാൻ യോഗമില്ലാതായി പോയി. എന്നാലും അവന്റെ ആത്മാവ് ഇവിടെ ഒക്കെ തന്നെ കാണും കേട്ടോ. അത്രയ്ക്ക് മോഹിച്ചതല്ലേ അവൻ പൂജയെ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അതൊന്ന് വന്നപ്പം തന്നെ ഇളയപ്പ പറഞ്ഞല്ലോ. അവൻ അവകാശപ്പെട്ട സ്വത്തും മുതലും കിട്ടിക്കഴിഞ്ഞാ ഞങ്ങൾ ഞങ്ങളുടെ പാട്ടിന് പൊക്കോളാം. ലോകത്ത് എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? അങ്ങനെ ആരെയെല്ലാം പ്രേമിച്ചിട്ടുണ്ടാവും. അവർക്കെല്ലാം സ്വത്ത് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞാ ചുറ്റി പോവുമല്ലോ. അവർക്കൊന്നും സ്വത്ത് എഴുതി കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കുന്ന എന്റെ മകന്റെ ജീവന്റെ വിലയാണ്. അവനായിരുന്നു എന്റെ ഏക ആശ്രയം. അവൻ കടലിൽ പോയി കൊണ്ടിരുന്നുകൊണ്ടായിരുന്നു ഞാൻ ജീവിച്ചത്. അവൻ മരിച്ചപ്പോ ഞാനും കൂടിയാ മരിച്ചത്. പട്ടിണിയും പരിവട്ടമൊന്നും ഈ കൊട്ടാരത്തിൽ താമസിക്കുന്നവർക്ക് മനസ്സിലാവില്ല. അതറിയണമെങ്കിലേ 2 ദിവസം എന്റെ കൂടെ കടപ്പുറത്ത് വന്ന് താമസിക്കണം. ആ കടപ്പുറത്ത് പട്ടിണി കിടന്ന് മരിക്കാനല്ലേ നിങ്ങളുടെ മകൻ എന്റെ മോളെ ചതിച്ചത്? സ്നേഹത്തിന് നിങ്ങളൊക്കെ ചതിയെന്നാണോ പറയുന്നത്? അവനാരെയും ചതിച്ചിട്ടൊന്നുമില്ല. എപ്പോഴെങ്കിലും നേരം കിട്ടുമ്പം നിങ്ങൾ നിങ്ങളുടെ മകളോടൊന്ന് ചോദിച്ചു നോക്കണം, ആദ്യം സ്നേഹം പറഞ്ഞത് ആരായിരുന്നെന്ന്. അവൻ അങ്ങനൊന്നുള്ള ഒരു കുട്ടിയായിരുന്നില്ല. കടലിൽ പോണം, ജീവിക്കണം, കോളേജിൽ പോണം, പഠിക്കണം, പഠിച്ചൊരു നിലയിലെത്തണം, അതുമാത്രമായിരുന്നു അവന്റെ മനസ്സിൽ. പിന്നിങ്ങനെ ഒരു ബന്ധം വന്നപ്പം ഞാൻ കണ്ണടച്ചു കൊടുത്തത് നിങ്ങളുടെ മകൾ ഒരു നല്ല കുട്ടിയാണെന്ന് തോന്നിയത് കൊണ്ടാ. അതങ്ങനെ ആയിരുന്നില്ലെന്ന് ഇപ്പൊ അവള് തന്നെ തെളിയിച്ചല്ലോ. അവൾ എന്ത് തെളിയിച്ചു? ചതി തിരിച്ചറിഞ്ഞ് അതേന്ന് രക്ഷപ്പെട്ടതാണോ ഇപ്പൊ കുഴപ്പം? സ്നേഹത്തിന്റെ കണക്ക് പറഞ്ഞ് കാശ് എണ്ണി വാങ്ങാൻ നടക്കുന്ന നിങ്ങളുടെയൊക്കെ കയ്യിൽ നിന്ന് എന്റെ മോളുടെ ഭാഗ്യം കൊണ്ട് അവള് രക്ഷപ്പെട്ടത്. ഞാൻ വിളിക്കുന്ന ദൈവങ്ങളുടെ ശക്തി. ദൈവത്തിനെ ഒന്നും വെല്ലുവിളിക്കാൻ ഞാനില്ല. എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം. നിങ്ങൾക്ക് ആലോചിക്കാൻ സമയം തന്നിരുന്നു ഞങ്ങള്. അതിന്റെ തീരുമാനം എന്തായെന്നറിയാൻ ഇളയപ്പ പറഞ്ഞു വിട്ടതാ എന്നെ. കൂടെ വരാമെന്ന് പറഞ്ഞതാ ഞാനാ വിലക്കിയത്. ഞാൻ വരുന്ന പോലല്ല ഇളയപ്പ വന്നാൽ. ചോദിച്ച സ്വത്ത് തരാൻ നിങ്ങൾ തയ്യാറായാൽ പിന്നെ ഒരു പ്രശ്നത്തിന്റെ കാര്യമില്ലല്ലോ. പിന്നെ ഇതുവരെ ആലോചിച്ചിട്ടില്ലെങ്കിൽ സാരമില്ല. ഇത്രയും വലിയൊരു കാര്യമല്ലേ, കുറച്ചുകൂടി സമയം എടുത്തോളൂ. ഞാൻ പോയിട്ട് പിന്നെ വരാം. ആ കുട്ടിക്ക് പുതിയൊരു ജീവിതം കിട്ടുന്നോണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. മരിച്ചുപോയ ഷാനുവിന് എന്തായാലും അവളെ കിട്ടത്തില്ലല്ലോ. അപ്പൊ പിന്നെ അവൾ ആരുടെ കൂടെ ജീവിച്ച എനിക്കെന്നാ? പക്ഷെ എനിക്ക് ജീവിക്കണം, ജീവിച്ചേ പറ്റൂ.